സ്റ്റാർട്ട് ചെയ്യണ്ടേ? അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്മളെ ചിക്കന്റെ പരിപാടിയിലോട്ട് കിടക്കാം. ആവശ്യത്തിന് ഇടാം. അതിനുശേഷം എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി, നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി ചില്ലിപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി അതിലോട്ട് ചേർക്കാം. അനുസരണം കോൺഫ്ലോർ, ഉപ്പും കൂടി അതിലേക്ക് ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം. അപ്പൊ നമ്മൾ നെയ്ച്ചോറിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് തന്നെ ജീരകശാല അരി, പിന്നെ ചോറിലേക്കുള്ള സംഭവങ്ങളാണ് നമ്മൾ ശരിയാക്കാൻ പോകുന്നത്. ശേഷം അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് ഒരു ബ്രൗൺ കളറാവും. അപ്പൊ അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതേ സൺഫ്ലവർ ഓയിലിൽ തന്നെ നമ്മൾ കുറച്ച് കിസ്മിസ് ആഡ് ചെയ്തിട്ടുള്ള സബോള ആഡ് ചെയ്യാം. കുറച്ച് ഉപ്പ് ചേർത്തിട്ട് അത് വരുന്ന സമയത്ത് നമുക്ക് അപ്പുറത്ത് ഏലക്ക തുടങ്ങിയ ഇൻഗ്രീഡിയൻ്റ് ഇട്ട് കൊടുക്കാം. അതെല്ലാതും നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതിൽ സബോള അരി ഇതിലോട്ടിട്ട് പിച്ച് വെച്ചിട്ടുള്ള വെള്ളം അതിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് എണ്ണ തിളപ്പിച്ച് വെച്ചിട്ടുള്ള കടായിലോട്ട് ചിക്കൻ നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളതൊരു പ്ലേറ്റിലേക്ക് അടുപ്പിൽ നമ്മളൊരു ഉരുളി വെച്ചതിന് ശേഷം അതിലേക്ക് വറ്റൽമുളക്, വേപ്പില നന്നായി ഒന്ന് മൊരിയിച്ച് വറുത്ത് കോരി എടുക്കാം. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് ആവശ്യാനുസരണം മുളക് പൊടി ചേർത്തിട്ട് ഗരം മസാല ഇടാം. ആഡ് ചെയ്യാം. അതിലോട്ട് ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്തായി ഇളക്കി യോജിപ്പിച്ച നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം റെഡി. സാലഡ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനാവശ്യമുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3 പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുള്ള സബോള ആഡ് ചെയ്യുക. പിന്നെ നെപ്പ് എല്ലാം സൂപ്പർ സൂപ്പർ സൂപ്പർ.